ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നോർമലായിട്ട് ഹെൽത്തി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ചില സമയത്തൊക്കെ ടോക്സിക് ആയിട്ട് മാറാറുണ്ട്. ശരിക്കും ഇങ്ങനെ നോർമലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന റിലേഷൻഷിപ്പ് ടോക്സിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് കൺവേർട്ടായി പോകുന്നത് ഒരു സുപ്രഭാതത്തിലോ അല്ലെങ്കിൽ ഒറ്റ ദിവസം കൊണ്ടോ അല്ല. ഇത് ഗ്രാജുവലി ആണ് സംഭവിക്കുന്നത്. സോ ഇതിന് കാരണമാകുന്ന കുറച്ച് റീസൺസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിന് മെയിൻ ആയിട്ടുള്ള ഒന്നാമത്തെ റീസൺ ആണ് രണ്ടു പേർക്കും ഇടയിലുള്ള, അതായത് ഹസ്ബൻഡിന്റെയും വൈഫിന്റെയും അല്ലെങ്കിൽ പാർട്ട്നേഴ്സിന്റെ ഇടയിലുള്ള കമ്മ്യൂണിക്കേഷൻ കുറയുക എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ കേസ് എടുക്കുകയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഹസ്ബൻഡ് സ്വാഭാവികമായിട്ടും ഒരുപാട് സംസാരിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. ആള് പെട്ടെന്ന് അവരുടെ കമ്മ്യൂണിക്കേഷൻ കുറയ്ക്കുന്നു, ഈ വൈഫിനോട് സംസാരിക്കുന്നത് കുറയുന്നു. ഈ രീതിയിലൊക്കെ ആകുമ്പോൾ വൈഫിന്റെ ഉള്ളിൽ ഒരു സംശയം ഉടലെടുക്കുകയാണ്. എന്താണ് ഇപ്പം എന്നോട് സംസാരിക്കാത്തത്, എന്താ സംസാരിക്കാത്തത്? അപ്പോൾ അവർക്ക് ഓൾറെഡി കിട്ടിക്കൊണ്ടിരുന്ന ആ ഒരു അറ്റൻഷനും അതേപോലെ തന്നെ അവരുടെ അടുത്ത് നിന്നുള്ള ഒരു കൺസിഡറേഷനും ഒക്കെ കിട്ടാണ്ടാവുമ്പോൾ ഇവരിങ്ങനെ സംശയരോഗികളുടെ പോലെ അല്ലെങ്കിൽ ഇങ്ങനെ ടോക്സിക് ആവുന്ന പോലെ, നീ എങ്ങോട്ടാ പോകുന്നേ, നീ എവിടേക്കാ പോകുന്നേ, നീ ആരെയാ വിളിക്കുന്നത്, ഈ രീതിയിൽ ഇങ്ങനെ ക്വസ്റ്റ്യനിങ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ആ ഒരു റിലേഷൻഷിപ്പ് പതിയെ ഒരു ടോക്സിസിറ്റിയിലേക്ക് അല്ലെങ്കിൽ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലേക്ക് മാറാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരു നോർമലി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലേക്ക് ആവാൻ കാരണമാകുന്നതിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള റീസൺ ആണ് കമ്മ്യൂണിക്കേഷൻ കുറയുക എന്നുള്ളത്. ഇതിന് വേണമെങ്കിൽ നമുക്ക് ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എന്നും പറയാം. അതായത് നമ്മൾ റിലേഷൻഷിപ്പിന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഒരുപാട് സ്നേഹം കൊടുത്ത്, ഒരുപാട് അറ്റൻഷൻ, ഒരുപാട് നമുക്കിടയിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കും. ആ രീതിയിൽ പോയിട്ട് പെട്ടെന്ന് ഒരു ദിവസം പാർട്ട്നേഴ്സിൽ ഒരാൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ നിർത്തുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു പഴയ പോലത്തെ സ്നേഹം കൊടുക്കാതാവുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്ണറിന് സ്വാഭാവികമായിട്ടും ഉള്ളിലൊരു തോട്ട് ഉണ്ടാവും. എന്തുകൊണ്ടാണ്? ആ ഒരു ക്വസ്റ്റ്യൻ അവരോട് തന്നെ ചോദിച്ചിട്ട് അവർ പതിയെ എല്ലാ കാര്യങ്ങളും കൺട്രോളിങ് ചെയ്യാൻ തുടങ്ങും. അതേപോലെ എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് സംശയമാകും. ശരിക്കും ഇവർക്ക് എക്സാക്ട് എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെന്തുകൊണ്ടാണ് കമ്മ്യൂണിക്കേഷൻ കുറച്ചത് എന്നതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സാക്റ്റ് ആയിട്ടുള്ള റീസൺ ഇവർക്ക് അറിയില്ല. അത് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മളെ കൺട്രോൾ ചെയ്യാൻ വരുന്നത്. അപ്പോൾ ഇതിന് നമുക്കൊരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം, നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ കുറയ്ക്കുന്നത് എന്നുള്ളത് നിങ്ങളുടെ പാർട്ട്ണറിനോട് ഓപ്പൺ ആയിട്ട് പറയുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ വർക്ക് റിലേറ്റഡ് ആയിട്ട് കുറച്ച് ബിസിയാണ് കേട്ടോ, അല്ലെങ്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങളിൽ ഇതുപോലെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ എനിക്കിങ്ങനെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രഷറുകളുണ്ട്. അപ്പോൾ എനിക്ക് സംസാരിക്കാൻ ഇപ്പോൾ ഒരു മൈൻഡ് തോന്നുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ സംസാരിക്കാൻ. ശരിയായി കഴിയുമ്പോൾ നമുക്ക് പഴയ പോലെ സംസാരിക്കാം എന്നുള്ള രീതിയിൽ നിങ്ങൾ അവർക്കൊരു റീഅഷ്യൂറൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നം എന്താണോ അത് അവരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ആ ഒരു സംസാരിക്കുന്ന ആ ഒരു സംഭവം കുറയ്ക്കാന്നുണ്ടെങ്കിൽ അവർക്ക് അത്ര പ്രശ്നം ഉണ്ടാവില്ല. കാരണം ഇവർക്കൊരു റീസൺ അറിയാലോ. പക്ഷേ ഈ റീസൺ പറയാതെ നിങ്ങൾ പതിയെ വിഡ്രോ ചെയ്യുമ്പോൾ അവരുടെ ഇമോഷണൽ സ്റ്റേറ്റ് വേഴ്സ്റ്റ് ആയിക്കൊണ്ടിരിക്കും എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇനി ഓക്കെ, നിങ്ങൾ നോർമലി ഇത് പ്ലാൻ ചെയ്തിട്ട് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമൊന്നുമല്ല ഈ കമ്മ്യൂണിക്കേഷൻ കുറയ്ക്കുക എന്നുള്ളത്. ഗ്രാജുവലി നിങ്ങളുടെ പ്രഷർ കാരണം വന്ന് പോയതാണെങ്കിൽ പോലും ഇവർ ഇത്തരത്തിൽ വിയേർഡായിട്ട് ബിഹേവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അവരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഞാൻ നിന്നോട് സംസാരിക്കാത്തതിന്റെ റീസൺ ഇതായിരുന്നു കേട്ടോ എന്നുള്ള രീതിയിൽ നിങ്ങൾ അവരെ സമാധാനിപ്പിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ അവരെ നമ്മൾക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. സോ നിങ്ങൾ മനസ്സിലാക്കണം, ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന കാര്യം പെട്ടെന്ന് സഡൻ ആയിട്ട് അല്ലെങ്കിൽ ഗ്രാജുവലി നിങ്ങൾ കൊടുത്തോണ്ടിരുന്ന ആ ഒരു അറ്റൻഷനിൽ നിന്നും കുറച്ച് കൊണ്ടുവരികയാണെങ്കിൽ ഉറപ്പായിട്ടും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അത് എഫക്റ്റ് ചെയ്യും, വളരെ ബാഡ് ആയിട്ടുള്ള രീതിയിൽ എഫക്റ്റ് ചെയ്യും. അപ്പോൾ അവർ നമ്മളോട് റെസ്പോണ്ട് ചെയ്യുന്ന രീതിയാണ് ഈ ഒരു ടോക്സിക് ആയിട്ടുള്ള ബിഹേവിയർ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ റീസൺ ആണ് ഈ എഫേർട്ട് ഒരു സൈഡിൽ നിന്ന് മാത്രമാവുക. അതായത് ഇപ്പോൾ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൈഫ് മാത്രമാണ് എപ്പോഴും നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി ഇനീഷ്യേറ്റീവ് എടുക്കുന്നതും അതേപോലെ എന്തെങ്കിലും ഇപ്പോൾ നമുക്ക് പുറത്തു പോവാം അല്ലെങ്കിൽ നമുക്ക് ട്രിപ്പ് പോവാം, ഈ രീതിയിൽ നിങ്ങൾ ഒന്നിച്ചുണ്ടാവണം അല്ലെങ്കിൽ ഒന്നിച്ച് ടൈം സ്പെൻഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ വൈഫ് മാത്രമാണ് ഇനീഷ്യേറ്റീവ് എടുക്കുന്നതെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഹസ്ബൻഡ് മാത്രമാണ് ഇനീഷ്യേറ്റീവ് എടുക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എഫേർട്ട് എന്ന് പറയുന്നത് വൺ സൈഡാണ്. മറ്റേ ആള് എല്ലാം ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവള് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവൻ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അവൻ എനിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അവൻ ഇനീഷ്യേറ്റീവ് എടുക്കുന്നുണ്ട്, അപ്പൊ നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. ഈ രീതിയിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരാൾ തന്നെ ഇങ്ങനെ എന്നും എഫേർട്ട് എടുക്കുമ്പോൾ അയാൾ
കംപ്ലീറ്റ്ലി എന്താ പറയുക ടയേർഡ് ആവും. അപ്പോൾ അയാൾക്കൊരു ഡൗട്ട് വരും, ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എന്തുകൊണ്ടാണ് എഫേർട്ട് എടുക്കാത്തത്, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് എന്നോട് ഇഷ്ടമല്ലേ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അയാൾ പഴയ പോലെ കാര്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു വരാത്തത്, ഞാൻ തന്നെയാണല്ലോ എപ്പോഴും അങ്ങോട്ട് പോകുന്നത് എന്നുള്ളൊരു തോട്ട് അയാളുടെ മൈൻഡിൽ വരികയും അത് പിന്നീട് ഒരു ടോക്സിസിറ്റി അല്ലെങ്കിൽ ഇവരൊരു സംശയം, ഇവർക്ക് വേറെ ആരെങ്കിലും ആയിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നുള്ള രീതിയിലായി മാറാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഈ സംശയം അല്ലെങ്കിൽ ടോക്സിസിറ്റി എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് എല്ലായ്പ്പോഴും നമ്മുടെ പാർട്ട്ണറിന്റെ മിസ്റ്റേക്ക് തന്നെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചില സമയത്തെങ്കിലും അത് നമ്മളുടെ കയ്യിൽ നിന്നും വരുന്ന ചില പാളിച്ചകൾ കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മളുടെ സൈഡിൽ നിന്നും വരുന്ന ചില പോരായ്മകൾ കൊണ്ടാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇനി മൂന്നാമത്തെ കാര്യം, നിങ്ങളുടെ റിലേഷൻഷിപ്പ് കുറച്ചങ്ങോട്ട് എത്തിക്കഴിയുമ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ എനിക്ക് വയ്യ ഇനി അതിനെക്കുറിച്ച് സംസാരിക്കാൻ എന്നൊക്കെ നമ്മൾ വിചാരിച്ചിട്ട് നമ്മളത് ഡിസ്കസ് ചെയ്യാതെ പോകും, അല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷൻ, പ്രോപ്പറായിട്ടുള്ളൊരു സൊല്യൂഷൻ കണ്ടെത്താതെ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാതെ അത് ഇഗ്നോർ ചെയ്ത് വിടുന്ന ഒരു പ്രവണത പല കപ്പിൾസിൻ്റെ ഇടയിൽ നമ്മൾ കാണാറുണ്ട്. ശരിക്കും നമ്മൾ ഇത്തരത്തിൽ ഒരു ചെറിയ പ്രശ്നമാണെങ്കിൽ പോലും അതിനെക്കുറിച്ച് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ അത് ഇഗ്നോർ ചെയ്ത് വിടുന്നതിലൂടെ ഈ ഒരു പ്രശ്നം ഒരു സൈഡിൽ അങ്ങനെ കിടക്കും. ഇത് ഇവരുടെ മനസ്സിൽ നിന്ന് പോയിട്ടുണ്ടായിരിക്കില്ല. പിന്നെ അടുത്തൊരു ദിവസം ഇതുപോലെ ചെറിയൊരു പ്രശ്നം വരുമ്പോൾ അതും ഇതുപോലെ ചെറിയ പ്രശ്നമാണല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ ഇഗ്നോർ ചെയ്ത് വിടും, അതും ഈ ഒരു സൈഡിൽ കിടക്കും. അങ്ങനെ കിടന്ന് ഈ പ്രശ്നങ്ങളെല്ലാം കൂടെ ഒരു കൂമ്പാരായിട്ട് മാറുകയും പെട്ടെന്ന് ഒരു ദിവസം അത് പൊട്ടിത്തെറിക്കുകയും ചെയ്യും. അപ്പൊ ആ സമയത്തായിരിക്കും ഇവരുടെ ഉള്ളിലുള്ള ഇമോഷൻസ്, ഇവർ സപ്രസ് ചെയ്ത് വെച്ചിട്ടുള്ള പല ഇമോഷൻസും പുറത്തോട്ട് വരുന്നത്. അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്ണറിന് ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അയാൾ വിചാരിക്കും, എന്തുകൊണ്ടാണ് ഇവളിങ്ങനെ ചെറിയ കാര്യത്തിന് ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത്? മേ ബി ഇപ്പൊ നമ്മളൊരു 100 പ്രശ്നങ്ങൾ മാറ്റി വെച്ചിട്ട് 100ാമത്തെ പ്രശ്നത്തിലായിരിക്കും ഇതെല്ലാം കൂടെ പൊട്ടിത്തെറിക്കുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും, ഈ ഒരു ഒറ്റ കാര്യത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ഈ ഒരു ചെറിയ പ്രശ്നത്തിന്റെ പേരിൽ എന്തിനാ ഇത്ര വലിയ ഇഷ്യൂ ഉണ്ടാക്കുന്നത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷെ ശരിക്കും അവിടെ സംഭവിക്കുന്നത് ഇതിനു മുന്നേ നമ്മൾ സോൾവ് ചെയ്യാതെ പോയിട്ടുള്ള കുറെ ഇഷ്യൂസ് അവിടെ മുന്നേ ഉള്ളത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് റിലേഷൻഷിപ്പിലെ ചെറിയതാണെങ്കിലും വലിയതാണെങ്കിലും ഏത് രീതിയിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും വരുന്ന സമയത്ത് തന്നെ അപ്പപ്പോൾ അത് സോൾവ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. ഇനി 4ാമത്തെ കാര്യം, നമുക്കിടയിലുള്ള റെസ്പെക്റ്റ് കുറയുക എന്നുള്ളതാണ്. അതായത് റെസ്പെക്റ്റിനെ നമുക്ക് പല ഡെഫിനിഷനിൽ പറയാൻ പറ്റും. നമ്മളിപ്പോൾ ലൈഫിലൊരു ഒപ്പീനിയൻ എടുക്കുമ്പോൾ നമ്മുടെ പാർട്ട്ണറിനെ കൺസിഡർ ചെയ്യുന്നത്, പാർട്ട്ണറിനോട് ഒപ്പീനിയൻ ചോദിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ അവർക്ക് എന്ത് ഫുഡാണ് വേണ്ടതെന്നുള്ളത് ഡിസൈഡ് ചെയ്യാനുള്ള ഒരു ചാൻസ് അവർക്ക് കൊടുക്കുന്നത്, ഇതെല്ലാം ഒരു പാർട്ട് ഓഫ് റെസ്പെക്റ്റ് ആണ്. അവരുടെ പേഴ്സണൽ ബൗണ്ടറീസിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരും അവരുടെ കരിയറിൽ അവർ ഗ്രോ ചെയ്യട്ടെ, അതിന് നമ്മൾ ഒരു തടസ്സമായിട്ട് നിൽക്കാതിരിക്കുക, അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഇതെല്ലാം ഒരു റെസ്പെക്റ്റിന്റെ പാർട്ടാണ്. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന റെസ്പെക്റ്റ് കുറച്ചങ്ങോട്ട് എത്തിക്കഴിയുമ്പോൾ കുറയുന്നത് പല കപ്പിൾസിന്റെ ഇടയിലും കാണാറുണ്ട്. സോ ഇത്തരത്തിൽ റെസ്പെക്റ്റ് കുറയുമ്പോഴും ഇങ്ങനെ കപ്പിൾസിൽ ഒരാൾക്ക്, അതായത് നിങ്ങളുടെ പാർട്ട്നേഴ്സിൽ ഒരാൾക്ക് ഇത്തരത്തിൽ ഇങ്ങനെ ഒരു തോട്ട് ഉള്ളിലുണ്ടാവും, എന്തുകൊണ്ടാണ് ഇപ്പം എന്നെ പഴയ പോലെ കൺസിഡർ ചെയ്യാത്തത്, എന്തുകൊണ്ടാണ് എന്നെ പഴയ പോലെ റെസ്പെക്ട് ചെയ്യാത്തത്, എന്നോടുള്ള സ്നേഹം കുറഞ്ഞോ, അങ്ങനെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്നേഹം തിരിച്ചു പിടിക്കണമല്ലോ എന്നുള്ള മൈൻഡ് കൊണ്ട് അവർ നിങ്ങളെ ഇങ്ങനെ അവരിലേക്ക് അടുപ്പിക്കാനായിട്ട് ശ്രമിക്കും. അത് നിങ്ങൾക്ക് പലപ്പോഴും ഒരു ബുദ്ധിമുട്ടായിട്ട് അല്ലെങ്കിൽ ഒരു ടോക്സിസിറ്റി ആയിട്ട് ഫീൽ ചെയ്തേക്കാം. ഇനി 5ാമത്തെ പോയിന്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈഗോ വേഴ്സസ് ലവ് ആണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഈഗോ കമ്പാരിറ്റീവ്ലി 2 പേർക്കും കുറവായിരിക്കും. പക്ഷെ അത് കുറച്ചങ്ങോട്ട് പോയി കഴിയുമ്പോൾ ഞാനാണ് അവളേക്കാൾ മുകളിൽ അല്ലെങ്കിൽ ഞാനാണ് അവനേക്കാൾ മുകളിൽ, ഈ രീതിയിലുള്ള തോട്ടുകളൊക്കെ 2 പേരുടെ ഇടയിൽ വരികയും പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിന് പകരം ഈ ഒരു പ്രോബ്ലത്തിൽ എൻ്റെ ഭാഗത്താണ് ശരി, സോ എനിക്ക് വിൻ ചെയ്യണം, അങ്ങനെ ഒരു ബാഡ് ആയിട്ടുള്ള രീതിയിലുള്ളൊരു ഈഗോ 2 പേരുടെ ഉള്ളിലും വരികയും അവർ സംസാരിക്കാതെ ഇരിക്കുകയും അങ്ങനെ അവരുടെ ഇടയിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് കൂടി വരികയും പിന്നീട് അതൊരു ടോക്സിസിറ്റിയിലേക്ക് അല്ലെങ്കിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചത് ഹെൽത്തി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന റിലേഷൻഷിപ്പുകളിൽ നമ്മളുടെ ചില ശ്രദ്ധക്കുറവുകൾ കൊണ്ട് അതൊരു ടോക്സിക് റിലേഷൻഷിപ്പിലേക്ക് അല്ലെങ്കിൽ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് പോവാറുണ്ട്.
സോ നമ്മളിത് ഇനീഷ്യൽ സ്റ്റേജിലെ നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ റിലേഷൻഷിപ്പിനെ എപ്പോഴും ഹെൽത്തി ആയിട്ട് വെക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. സോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളോടുള്ള നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താണെന്ന് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൗൺസിലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സർവീസുകൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഇറ്റ്സ് മീ റാഷ്ന സൈനിങ് ഓഫ്.